ഗസയിലെ പട്ടിണി പാവങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിന് കൊതി തീരുന്നില്ല. 400-ലധികം ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് മരണസംഖ്യ അതിനേക്കാളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഒരുപാട് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവർ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ മരിച്ചേക്കാം. അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാണ്. ഈ നിരപരാധികളായിട്ടുള്ള പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ എന്ത് തെറ്റാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ചെയ്തത്? ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഹമാസാണ്. ഹമാസിനെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ചില സമയങ്ങളിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയതാണ്. ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ശക്തി എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. അതായത് മുഴുവൻ ഹമാസിന്റെ പ്രവർത്തകരാണ്, ഹമാസിന്റെ സൈനികരാണ്. എല്ലാ ഭാഗങ്ങളിലും അവരുടെ സാന്നിധ്യമുണ്ട്. എന്തായാലും ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹു ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം പറഞ്ഞത് ഇതൊരു തുടക്കമാണ് എന്നാണ്. എന്തായാലും ഈ ഒരു പ്രതികരണത്തിന് ഇവിടെ ഹൂത്തികൾ അതിശക്തമായ ഒരു മറുപടി കൊടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേൽ നഗരമായ ബീർഷബയിൽ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഹൂത്തികളുടെ മിസൈൽ ഇവിടെ ബീർഷബ നഗരം ലക്ഷ്യമാക്കി എത്തിയ സമയത്ത് വ്യാപകമായി അപായ സൈറണുകൾ മുഴങ്ങി. ഒരിക്കൽ കൂടെ ഇസ്രായേലികൾ റോട്ടിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ചയാണ് കാണാനായത്. മാസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലുള്ള നിരവധി കാഴ്ചകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ ഹൂത്തികളുടെ മിസൈൽ വരുന്ന സമയത്ത് ബോംബ് ഷെൽട്ടറുകൾ ലക്ഷ്യമാക്കി ഇസ്രായേലികൾ ഓടുന്നതിന്റെ ചില ചിത്രങ്ങൾ. എന്നാൽ ഇസ്രായേലിൽ അതിപ്പോൾ വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. ഇസ്രായേലികൾ ഓടട ഓട്ടം എന്ന ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയാണ്, ഇസ്രായേലിന്റെ ഭരണാധികാരിയാണ്. അതിശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് വീണ്ടും തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളും പ്രക്ഷോഭ പരിപാടികളും ഒക്കെ നടക്കുന്നുണ്ട്. അതിപ്പോൾ വീണ്ടും അതിശക്തമായിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇവിടെ ഹൂത്തികൾ IDFന്റെ നെവാറ്റിം എയർബേസിനു നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ്. ഹൂത്തികളുടെ അവകാശവാദമാണ്. ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇല്ലാത്ത കാര്യങ്ങൾ പറയാറില്ല, പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളുമാണ്. എന്തായാലും ഇസ്രായേലിനെതിരായിട്ടുള്ള ശക്തമായ ആക്രമണം തന്നെയാണ് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇനി ഏതു സമയവും ഇവിടെ ഹൂത്തികളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അമേരിക്ക ഹൂത്തികളോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പരാജയപ്പെട്ടവർ പിൻവാങ്ങിയിരിക്കുന്നു. യമന്റെ തീരത്ത് യമനെ ആക്രമിക്കുന്നതിനു വേണ്ടി യുദ്ധക്കപ്പലുകൾ എത്തിച്ച് യമനെ ആക്രമിച്ചു കൊണ്ടിരുന്ന അമേരിക്ക ഹൂത്തികളുടെ 4ാമത് ആക്രമണം വന്നതോടുകൂടി, അതും 72 മണിക്കൂറിനുള്ളിൽ 4ാമത് ആക്രമണം വന്നതോടുകൂടി 1300 കിലോമീറ്റർ പുറകോട്ട് പോയിരിക്കുന്നു. ഹൂത്തികളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക വിയർക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ എല്ലാ കുറ്റവും ഇറാനുമേൽ ചാർത്തിയിരിക്കുകയാണ്. ഹൂത്തികളെ കൊണ്ട് അമേരിക്കയെ അടുപ്പിച്ചത് ഇറാനാണ് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ ഈ ഒരു പ്രതികരണത്തിനുള്ള മറുപടി ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് നേരിട്ട് ചെയ്യും, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വരൂ, ഹൂത്തികളുടെ കാര്യം അവരാണ് തീരുമാനിക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഇറാൻ കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിശക്തമായ ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ട്രൂ പ്രോമിസ് 3 എന്ന പേരിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇറാൻ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഗസക്കെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ഇറാൻ അതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ ആക്രമിക്കാൻ മടി കാണിക്കില്ല എന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പേ ഇറാൻ അമേരിക്കയെ ആക്രമിച്ചേക്കും എന്നുള്ള വാർത്തയാണ്.